1.5 മിനിറ്റിൽ ഒരു സാരി ഉടുത്താലോ? ഒരു ഫൺ ചാലഞ്ച് വ്ളോഗായിരുന്നു. ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സാരി ഉടുത്തിട്ടുണ്ട്, ബട്ട് ഓർണമെൻറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ല. എന്തോ സംതിങ് ഡിഫറെൻ്റ് ആണല്ലേ? അതെ, ഇന്ന് നമ്മൾ സ്ഥിരമായി ചെയ്തു പോകുന്ന ടിപ്സോ ട്രിക്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാണ്ട് ഒരു ഫൺ ചാലഞ്ച് വ്ളോഗായാലും. 1.5 മിനിറ്റിൽ ഒരു സാരി ഉടുത്താലോ? 1.5 മിനിറ്റിൽ സാരി ഉടുക്കുന്നത് അത്ര വലിയ ടാസ്ക് ഒന്നും ആയിരിക്കത്തില്ല. പക്ഷെ 1.5 മിനിറ്റിൽ ഒരു സ്റ്റിഫ് കോട്ടൺ സാരി ഉടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക്കാണ്. എനിക്ക് ഈ 1.5 മിനിറ്റ് സാരി ഉടുത്ത് വലിയ പരിചയമൊന്നുമില്ല. എന്നാലൊരു ഫൺ ചലഞ്ച് എന്നുള്ള നിലയ്ക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വിഷ് മി ലക്ക്. അയ്യോ, 1 minute 30 seconds അത് ഇങ്ങനെ നിൽക്കുന്ന. പക്ഷേ ഇതെല്ലാം അടുക്കി പറക്കണേ. 1 minute 30 seconds ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. എന്താ വളരെ ബ്യൂട്ടിഫുൾ സാരി. ഇനി ഞാൻ നല്ലപോലെ കൊടുത്തിട്ടൊന്ന് കാണിച്ചു. അതായത് 1.5 മിനിറ്റിൽ നമുക്ക് സാരി ഉടുത്ത് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ആ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മറ്റേ പറഞ്ഞ കേൾക്കാത്ത സാരി ഉണ്ടല്ലോ, ആ സാരിയാണ്. അതായത് കോട്ടൺ, ഭയങ്കര സ്റ്റിഫായിട്ടുള്ളൊരു കോട്ടൺ സാരിയാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെയോ ഉടുത്ത്, അതായത് ഒരു പിന്ന് പോലും യൂസ് ചെയ്യാണ്ട് നമ്മളൊന്ന് ചുമ്മാ ഒരു ട്രയൽ നോക്കിയതായിരുന്നു. ഞാൻ ആക്സസറീസ് ഒന്നും ഇട്ടിട്ടില്ല. ആക്സസറീസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ കാണാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. നമ്മളെപ്പോഴും ഈ ഒരു ട്യൂട്ടോറിയലും സാധനങ്ങളും ഒക്കെ ചെയ്ത് ഇപ്പം പെട്ടെന്ന് ഭയങ്കര വേറൊരു ട്രാക്ക് പിടിച്ച് ഒരു ചലഞ്ച് ചെയ്യാമെന്ന് പെട്ടെന്ന് തോന്നിയപ്പോഴേ രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ചലഞ്ചസ് ഒക്കെ ചെയ്യണം കേട്ടോ. ഭയങ്കര ഫണ്ണായിരുന്നു. ആ ഡ്രേപ്പ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ഇത്ര സെക്കൻഡ് അത് തീർക്കണമല്ലോ. ഇത് കോമ്പറ്റീഷനൊന്നും അല്ല, എന്നാൽ പോലും നമുക്കൊരു സാധനം ഇങ്ങനെ വരത്തില്ലേ, അയ്യോ തീർക്കണം. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു നമ്മുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫൺ വ്ളോഗ് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ പറയണം. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ.